വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മുമ്മയ്ക്ക് എന്തുവാ അമ്മുമ്മ ഇന്ന് കറി ഉണ്ടാക്കുക. അപ്പോൾ അമ്മുമ്മ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിന്ന് പണിയിലാണ്. ഞാനല്ല, അമ്മുമ്മയാണ് പണിയിൽ. കണ്ടോ, ഉള്ളി വറുത്ത് ഇടുന്നു. ഓൾറെഡി ചോറ് നല്ല നല്ല വാവും. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഹെൽപ്പെന്ന് ചോദിച്ചാൽ ഹെൽപ്പുണ്ടെന്ന് ചോദിച്ചാൽ അധികമൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യാതാണ് ഞാൻ. ലൈറ്റൊന്നും ഇല്ല. അപ്പം അമ്മമ്മ ഇപ്പോൾ വരും. നമുക്ക് ചിക്കൻ സമയത്ത് നമുക്ക് വരാം. അപ്പോൾ നോക്കൂ, ചോറ് റെഡി. അയ്യോ, ചോറ് റെഡി, ഇത് റെഡി, ഇത് റെഡി. ഇതൊക്കെ എന്തിനാണ്? ഹലോ ഹലോ പറഞ്ഞു. ഹലോ, എന്താ പറയണ്ടേ നിനക്ക്? What do you want to say? Okay. ഇനി എന്തുവാ ചെയ്യുന്നത് അമ്മുമ്മ? ഇത് അടുപ്പിൽ ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഈ എണ്ണ ഒഴിക്കും. ഇത് ഉള്ളി വറുത്ത എണ്ണയാണ്. ചിക്കനാണ് എടുക്കാൻ കൊള്ളാം കേട്ടാ. ഉള്ളി വറുത്ത എണ്ണയാണ്. കേട്ടാ നമ്മൾ എഴുന്നു. എണ്ണ ഇട്ടിരിക്കുന്നു ഗായ്സ്, എണ്ണ ഇട്ടിരിക്കുന്നു. അത് കിട്ടിയില്ല, ഒന്നും കൂടെ പറഞ്ഞ. പേരൊന്നും എനിക്ക് ഞാൻ പറയില്ല, അളവും അറിയത്തില്ല. അല്ല, എൻ്റേതായ ഒരു റെസിപ്പി കാണും. എല്ലാം കൈ കൊണ്ടങ്ങ് ഇടും. നന്നായി വന്നു അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ മുമ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കടുകിട്ടു. കടുക് പൊട്ടുന്നു. ഓ നോ. എന്താ 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 എന്റെ മാമൻ പുതിനയും കശുവണ്ടിയും വാങ്ങിച്ചിട്ട് വന്നു. മാമ വല്ലതും പറയണ്ടോ? ഓക്കെ, നമ്മളങ്ങനെ സവാള. അയ്യോ, എന്തൊക്കെ ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഓക്കെ, സവാള, മറ്റേ സാധനങ്ങൾ എന്നിവ സാധനങ്ങൾ ഇട്ടു. നമുക്കിനി സവാള മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇത് വെച്ചാണോ നമ്മള് ഇതാക്കുന്നേ? ഇത് വെച്ചാണോ വഴറ്റുന്നേ? ഓക്കെ, നമുക്കിതെടുക്കാം. അത് വെച്ച് നമ്മളിങ്ങനെ ഇതാണ് എൻ്റെ ഹെൽപ്പ്. ഈ വഴച്ചലാണ് എൻ്റെ ഹെൽപ്പ്. ഇതിൽ കൂടുതൽ ഞാൻ ഹെൽപ്പ് ഒന്നുമില്ല. പിന്നെ ഞാൻ തിന്ന് സഹായിക്കും. അതാണ് എൻ്റെ ഹെൽപ്പ്. വാവ്, ഓൾറെഡി സ്മെൽ ഇസ് കമ്മിങ്. സവാള വഴറ്റുന്ന സ്മെൽ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ കശുവണ്ടി. അറിയാമോ? ഇഞ്ചി, വെളുത്തുള്ളി നമ്മളൊക്കെ എടുത്തു വെച്ചത് കാണിച്ചല്ലോ. എനിക്ക് ഞാൻ മൈക്ക് ഫിക്സ് ചെയ്ത് തരാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇപ്പൊ എടുത്ത് നീ കാണിച്ചില്ലേ? അത് ഇങ്ങനെ ഒന്ന് ചതച്ച് വെക്കണം. അത് വഴറ്റ് ഓടി അത് വഴറ്റൊന്നും അല്ലത് കരിഞ്ഞു പോകും. അങ്ങനെ ഇത് നമ്മൾ മിക്സ് ചെയ്തില്ല. എന്റെ ജാന, ഇത് നോക്കിക്കൊണ്ട് നീ അമ്മ ഇത് മിക്സ് ചെയ്തില്ലേ? അത് മിക്സ് ചെയ്ത് അതല്ലേ ഞാൻ പറഞ്ഞു വന്ന്. ഇത് മിക്സ് ചെയ്തില്ലേ? നമ്മൾ ഇതെടുത്ത് ഇനി കുറച്ച് ഇതിലേക്ക് ഇത് വഴറ്റണം. ഇത് വഴറ്റിയ സവോള ഒന്ന് വാടി വരുമ്പോൾ വെരി കെയോട്ടിക് വീഡിയോ ആണ്. ഇതാണ് ഞാൻ അടുക്കളയിൽ കയറാത്തത്. കാര്യമില്ല, അമ്മമ്മ ഉണ്ടാക്കിയിട്ട് നന്നണം അല്ലേ അമ്മ? അത് സത്യമാണ്. നമ്മൾ ഇത് ഇടുന്നു. ഇതെന്തിനാ? ചിക്കനാണോ? ചിക്കനാണ്. പക്ഷെ നല്ല കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മമ്മ ഇതുണ്ടാക്കുന്നത്. മനസ്സിലായോ? ഒന്നും പിടിക്കാത്ത അപ്പൂപ്പന് വരെ ഇഷ്ടമായി. എല്ലാവർക്കും ഒരു കൂട്ടിനായി. നമ്മുടെ കാത്തുക്കുട്ടി ഇവിടെയുണ്ട്. അവൾ കുളിച്ചില്ല. അവൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, സ്കിന്നിൻ്റെ പ്രശ്നമായിട്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് തേക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് ഒന്ന് ഉണങ്ങിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് കുളിക്കുള്ളൂ. അമ്മയെ പോന്ന കഷ്ടപ്പെട്ട് കഴിയുക മല്ലിയില നമ്മൾ ഇടാൻ പോകുന്നു. ഇതാണ് മാമന്റെ കോൺട്രിബ്യൂഷൻ. ചിക്കൻ ഇടുന്നു. ഇട്ടു. മാമൻ ഇവിടെ മൊത്തം കുളമാക്കി. ഇല്ല, നോ നോ. അമ്മ ഇളക്കുന്നു.
ഓ, നമ്മുടെ വീട്ടിലുണ്ട് ഒരു ഉസ്താദ് ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ. എന്താ എന്താ ഒരു മിനിറ്റ്, എന്താ അടച്ചു വെക്കണം. എവിടെ നോക്ക്, ക്യാമറ നോക്കി പറ, ആൾക്കാർ നോക്കി പഠിക്കുന്നത്. ഇത് അടച്ചു വെക്കണം. എന്നിട്ട് അതിൻ്റെ ചെറുതീയിലിടുമ്പോൾ ആ ചിക്കനിലുള്ള വെള്ളവും ഈ ഉള്ളിയും കൂടെ നല്ലോണം മിസ്സായി. കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, പിന്നെ മസാല. എന്ത് മസാല? സാധാരണ മസാലക്കൂട്ട്, അത് നമ്മൾ അരച്ചില്ലല്ലോ. ഇടയിൽ നമ്മൾ ജാമ്പയ്ക്ക കഴിക്കുന്നതായിരിക്കും. കാരണം നമ്മളെ വയറൊന്ന് നമുക്ക് വാം അപ്പ് ചെയ്യണ്ടേ. അവള് പോയി ചുമ്മാ. ഇല്ല ഇല്ല, ഞാൻ വരുന്നു. എന്റെ ജാമ്പയ്ക്ക ബ്രേക്ക് ആണിത്. അവലിടണ്ട, അവിടെ പോയി. പിന്നെ അന്തിപ്പഴപ്പ്, കൊച്ചുള്ളി, തേങ്ങ ഇതൊക്കെ ഇട്ട് നമ്മൾ ഇന്നത്തെ വഴറ്റാൻ പോവാണോ? എന്നിട്ട് അവസാനം മല്ലി മസാല ഇതിനകത്തിടും. ഇവിടെ ഒരുത്തിക്ക് കുറെ നേരമായിട്ട് ഇവിടെ വന്നിരുന്ന് മണമൊക്കെ മണത്ത് ഒലിപ്പിച്ചിരിക്കൊണ്ടിരിക്കുന്നു. ആണോ പൊന്നാനിയാണ് അമ്മയുടെ പൊന്ന, അമ്മയുടെ പൊന്നിന്റെ കോൺട്രപ്പല്ല് കണ്ടോ എല്ലാരും? ഇടയ്ക്ക് ചിക്കന്, അയ്യോ ചിക്കൻ കിളക്കിയില്ല. നിങ്ങൾ കണ്ടോ ചിക്കൻ നമ്മൾ കത്തിച്ചില്ല, പിന്നെ ചിക്കൻ എങ്ങനെ വേവാതിരിക്കും? മനുവിനെ ഇറക്കി വിട. മനു ഇവിടെ നിക്കുന്നോണ്ടാണ് അമ്മുമ്മ കത്തിക്കാത്തത്. ഇതാ ഇപ്പൊ മനസ്സിലായി. നമ്മൾ വറക്കുന്നു. വറുത്ത് ഇത് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലോണം അരയ്ക്കും. ആക്ച്വലി നല്ല മണം വരുന്നുണ്ട് ഇതിന് മസാല ഒക്കെ വേണ്ടേ? മസാല എല്ലാം, ബാക്കിയുള്ള മസാലയെല്ലാം ഇട്ടല്ലോ. ഇനി ഇതിനകത്ത് അരയ്ക്കുന്നതിൻ്റെ കൂടെ മസാലപ്പൊടിയും കൂടി ഇടാം. ഇത് കുറേ നേരിട്ട് നോക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് കുറച്ച് ഇതൊന്ന് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഗൈസ് നമ്മള് മുളക് പൊടി ഇട്ട് നമ്മളിങ്ങനെ സ്വരണ്ടാണ്. നമ്മൾ അമ്മൂമ്മയുടെ മൈക്ക് മാറ്റി, കാരണം ഇടയ്ക്കിടയ്ക്ക് താഴെ പോകുന്നുണ്ടായിരുന്നു. നമ്മള് റിസ്ക് എടുക്കുന്നില്ല. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നിങ്ങൾക്ക് മണക്കാൻ പറ്റുമെങ്കിൽ എന്താ അടിപൊളിയാണെന്നറിയോ? അല്ല നല്ല മണത്ത് വാവും. ആൻഡ് ദെൻ എത്ര? 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി. എരിവ് വേണ്ടാത്തതുകൊണ്ട് അമ്മൂമ്മ പറയാനൊന്നും കേൾക്കുന്നില്ല. അമ്മൂമ്മ പറയാൻ എന്താന്ന് വെച്ചാൽ അപ്പൂപ്പന് എരിവൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് മൈൽഡായിട്ട് ഇടുള്ളൂ. മീറ്റ് മസാല കുറച്ചിടുന്നുണ്ട്. 1 സ്പൂൺ. എല്ലാം നമ്മുടെ ഇങ്ങനത്തെ സ്പൂണാണേ. ഇങ്ങനെ നല്ല മയത്തിൽ മഷി പോലെ അരച്ച് അതിനകത്ത് ഒഴിക്കണം. ചാറ് ഇപ്പം ഈ കശുവണ്ടി ഇട്ടത് കൊണ്ട് കൊഴുപ്പ് കാണും. ചാറ് വേണ്ടവർക്ക് നല്ലോണം ചാറായിട്ട്, വേണ്ടവർക്ക് ചാറായിട്ടും. ഇത് ചാറ് ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് സിമ്മിലിടണം. ഇത് സിമ്മിലിട്ട് കുറച്ച് നേരം ചിക്കൻ വേവിച്ചെടുത്ത് മല്ലിയിലയും ഇടണം. അത്രയേ ഉള്ളൂ. ഇത്തിരി മല്ലിയിലയും കൂടെ. സോ അമ്മൂമ്മ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതെടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ ഇങ്ങനെ വിതറാനുള്ള സംഭവമല്ലേ. നമ്മളിതേ ചോറ് നമ്മളിത് ഇങ്ങനെ കുറച്ചെടുക്കും. നമ്മൾ തിന്നുന്നു. ഇവിടെ വേറെ എടുക്കാൻ ഈ മുട്ട സലാഡ്
വിവേക് പിള്ളേർ എന്താണ് പണി നോക്കുകയാണെങ്കിൽ സലാഡ് അരിയുന്നു. സലാഡ്. അയ്യോ, ഇവിടെ കളിക്കാനുള്ള പരിപാടിയാണ്. What? നിങ്ങൾ കാണുന്നുണ്ട് ഇത്? വാവ്. വല്ലതും പറയാനുണ്ടോ? ഒരുത്തൻ പച്ചക്കറി അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. എവിടെ മുളക്? എവിടെ മുളക്? അതിൻ്റെ ഇടയിൽ ഇത് റെഡിയാക്കുകയാണ് അമ്മൂമ്മ. ഇത് വറുത്ത സവാളയും കാഷ്യൂനട്ടും ഇതെന്തുവാ മല്ലിയും പുതിനയും. വാവ് ഗൈസ്. സോ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. മാമൻ്റെ സാലഡ്, അമ്മൂമ്മയുടെ ചിക്കൻ കറി, അമ്മൂമ്മയുടെ നെയ്ച്ചോറ്. വാവ്. പിന്നെ പപ്പടം. വാവ്. അച്ചാറും ഉണ്ടാവും. വാവ്. നേരെ ഒരുത്തി ഇവിടെ ഹലോ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തനും ഉണ്ട്. കാത്തുന്ന നെയ്ച്ചോറ് എന്റെ പൊന്നിനുണ്ട്. പൊന്നിന് അയ്യോ എന്റെ പൊന്ന് കാത്ത. ഓക്കെ ഗൈസ്, തൽക്കാലം ഇത്രേ ഉള്ളൂ. എനിവേ പപ്പടമൊക്കെ ഉണ്ട്, നമുക്ക് ഇനി വിളമ്പാം. ഇല്ല സംസാരിച്ചോ? അപ്പൂപ്പന്റെ വർത്താനം വല്ലപ്പോഴും ഈട അങ്ങോട്ട്. ഇതെന്തോന്ന് ഇത്? മതി മതി നിനക്ക്. ഇത് ഇതാണ് ഗൈസ് എന്റെ ഡയറ്റിംഗ്. വാവ് വെയിറ്റ് ഗൈസ്. അപ്പൂപ്പൻ എന്താ അവിടെ ഇരിക്കുന്നത്? അപ്പൂപ്പ ഞാൻ എടുക്കാം. ഇത് ഞാൻ വിളമ്പാം. നിങ്ങൾക്ക് തരാം ഗൈസ്, വെയിറ്റ് ചെയ്യൂ. ഇതെങ്ങടെ ഇടുക? ഇന്നെ എടുത്തോളൂ. സലാഡ് ഇവിടെ. സലാഡ് ഇവിടെ. സലാഡ്. യാസ് പോരട്ടെ. സോ നമ്മുടെ സംഭവം ഫുൾ പ്ലേറ്റ് റെഡിയായി. നമുക്കിനി കഴിക്കാം, ഫുൾ തിന്നാം. ഇതവിടെ ഓൾറെഡി തിന്ന് അത് ദഹിച്ചു. നമുക്ക് തുടങ്ങാം. കറി കുറച്ച് അയ്യോ പൊള്ളി. കുഴപ്പമില്ല. വിത്ത് ലവ് കംസ് പെയിൻ. പണ്ട് എനിക്ക് കശുവണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മാറ്റി വെക്കായിരുന്നു. ഇപ്പോ എന്തിന്? മൈ ഗോഡ് ഗൈസ്. അമ്മൂമ്മ സൂപ്പർ. പണ്ട് എനിക്ക് കശുവണ്ടി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. എന്തിനാണ്ടോ അതൊക്കെ ഞാൻ പണ്ടെടുത്ത് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ തിന്നാൻ മതിയായിരുന്നു. കണ്ണിമാങ്ങ കണ്ണിമാങ്ങ മതി. കണ്ണിമാങ്ങ ഞാൻ ചുമ്മാ പറയല്ല. ഇതിനാണ് ഞാൻ നാട്ടിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓടി വരുന്നത്. മനസ്സിലായോ ഗൈസ്? ഇനി ഞാൻ പോയി തിന്നട്ടെ. ബായ്. ഇങ്ങനെ ചോറിങ്ങനെ ആക്കി കറി എടുത്ത് വിളമ്പി ഈ പപ്പടം നമ്മുടെ അടുത്ത് ആക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കറി, നമ്മുടെ സലാഡ്. അയ്യോ മുളക് ചീത്തയാക്കും ടേസ്റ്റ്. ആക്കി എന്തുവാ ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ വെയിറ്റ് ഗായ്സ്, നമ്മുടെ അച്ചാറെല്ലാം കൂടെ ഇട്ടിട്ട് ഓ മൈ ഗോഡ് പെർഫെക്റ്റ് ബൈറ്റ്. അപ്പം പറയാം ആ അണ്ടിപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്, നന്നായി വറുത്തിട്ടുണ്ടെന്ന്. ഓക്കെ നിനക്ക് ഓക്കെ ബൈ ഗായ്സ്. ടാറ്റാം. ടാറ്റ പറയാം. അവളും പറഞ്ഞു. ഈ വ്ളോഗൊക്കെ വരുന്നതിന് മുമ്പ് അമ്മ കുക്കറി ഷോ ചെയ്തിട്ടുണ്ട്. ഓ വ്ളോഗ് വരുന്നതിന് മുമ്പ് പുള്ളിക്കാരി കുക്കറി ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ACV-ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വിഷൻ അതല്ലേ ACV? ഓ ഇന്ത്യ വിഷൻ ചെയ്തിട്ടുണ്ട്. എനിവേ ഞാൻ പോയി തിന്ന് നക്കട്ടെ. ഓക്കെ ബൈ ഗായ്സ്.